ക്ഷേത്ര പരിസരത്ത് കെട്ടിയിട്ടിരുന്ന ഗർഭിണിയായ കുതിരയെ മർദ്ദിച്ച 5 യുവാക്കളിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടിയം പറക്കുളം വലിയവിള വീട്ടിൽ അല്ലമീനാണ് അറസ്റ്റിലായത്. പരിക്കേറ്റ കുതിരയ്ക്ക് മൃഗസംരക്ഷണ വകുപ്പ് ചികിത്സ ആരംഭിച്ചു. തെക്കേക്കാവ് അമ്പലനടയിൽ വെച്ച് സാമൂഹ്യവിരുദ്ധ സംഘം ആക്രമിച്ച കുതിരയ്ക്ക് വിദഗ്ധ ചികിത്സയും പരിശോധനകളുമായി ജില്ലാ മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഡോക്ടർമാരെത്തി. കുതിരയുടെ ഉടമ ഷാനവാസിന്റെ വീട്ടിലെത്തി ഗർഭാവസ്ഥയിലുള്ള കുതിരക്കുട്ടിയുടെ ആരോഗ്യനില പരിശോധിച്ചു. ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ പോർട്ടബിൾ അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഗോപാലശ്ശേരിയിലെ വീട്ടിലെത്തിച്ചാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ 6 മാസം ഗർഭാവസ്ഥയിലുള്ള കുതിരക്കുട്ടിയുടെ ആരോഗ്യത്തിന് കുഴപ്പമില്ലെന്ന് തെളിഞ്ഞതായി ഡോക്ടർമാർ പറഞ്ഞു. കുതിരയുടെ വലത്തേ ചെവിക്കും താഴെ മർദ്ദനമേറ്റെടുത്ത് രക്തം കട്ടപിടിച്ചുണ്ടായ മുഴയുടെ വീക്കം കുറഞ്ഞിട്ടുണ്ട്. കവിളിലെയും കാൽമുട്ടുകളിലെയും മുറിവുകൾ ഉണങ്ങി വരുന്നു. ദിയ കുതിരയ്ക്ക് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം ഇന്നലെയും ആൻറ്റിബയോട്ടിക് മരുന്നുകളും വേദന സംഹാരികളും നൽകി. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ഞങ്ങളിവിടെ എത്തിയത്. മെനഞ്ഞാന്ന് തന്നെ വൈകുന്നേരം ഈ കുതിരയെ ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പുറത്തുള്ള മുറിവുകൾ, അതോടൊപ്പം തന്നെ ചെവിയുടെ പിൻഭാഗത്തുള്ള വീക്കം, കാലിലുള്ള വീക്കം, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വേദന സംഹാരികളും ആൻറ്റിബയോട്ടിക്കുകളും പുറത്ത് ലേപനങ്ങളെല്ലാം ഉപയോഗിച്ച് ചികിത്സിച്ചിരുന്നു. പക്ഷേ ഗർഭപരിശോധന നടത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഉടമയ്ക്കൊരാശങ്കയുണ്ടായിരുന്നു, ഇതുകൊണ്ട് 5 മാസം ഗർഭിണിയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കുതിരയ്ക്ക് മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇനി കുതിരയെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിക്കൊണ്ട് പോകണ്ട എന്ന് തീരുമാനിച്ച് ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ സംഘം ഉൾപ്പെടെ ഞങ്ങളിവിടെ വരികയും ഗർഭപരിശോധനയ്ക്ക് ഫീൽഡിൽ പോയുള്ള പരിശോധനയ്ക്കുള്ള അൾട്രാസൗണ്ട് മെഷീൻ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അൾട്രാസൗണ്ട് മെഷീൻ വെച്ചുള്ള പരിശോധനയ്ക്കാണ് ഇവിടെ വിദഗ്ധ സംഘം ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ പ്രാഥമിക പരിശോധനയിൽ തന്നെ മനസ്സിലായത് 5 മാസം ഗർഭിണിയാണ്, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, കുട്ടി നന്നായി മൂവ് ചെയ്യുന്നുണ്ട്. കൃത്യമായ ഗർഭപരിശോധനയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മറ്റു കുഴപ്പങ്ങളൊന്നും ഇതുകൊണ്ടില്ല. കുതിരയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. ഇനിയും ഒരു ദിവസം കൂടി മരുന്നുകൾ ചെയ്യാനുണ്ട്. പുറത്തെ മുറിവുകൾ ഉണങ്ങി വരുന്നുണ്ട്. ആരോഗ്യനില പൊതുവെ മെച്ചപ്പെട്ടു വരും. തീർച്ചയായിട്ടും ബ്ലണ്ടായിട്ടുള്ള ഒബ്ജക്റ്റ് കൊണ്ടുള്ള മർദ്ദനം കൊണ്ട് അതിൻ്റെ പല ഭാഗത്തും, പ്രത്യേകിച്ച് ചെവിയുടെ പിൻഭാഗത്തൊക്കെ രക്തം കട്ടപിടിച്ച് കണ്ടൂഷൻ പോലെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുള്ളുകൾ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്കിന്നിൽ, തൊലിപ്പുറത്ത് ചില അബറേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പരിഹരിക്കാനുള്ള മരുന്നുകളാണ് ഇപ്പോൾ നൽകുന്നത്. കൊല്ലം ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ഡി ഷൈൻകുമാറിൻ്റെ നേതൃത്വത്തിൽ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ MS സജയകുമാർ, ഡോക്ടർ MJ സേതുലക്ഷ്മി, ഡോക്ടർ പൂജ, ഡോക്ടർ ജസ്ബിൻ, SPCA ഇൻസ്പെക്ടർ റിജു എന്നിവർ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.